പെൻസിൽ ലെഡിൽ വൈവിധ്യങ്ങളായ ശില്പങ്ങൾ തീർക്കുകയാണ് പത്തനംതിട്ട കൊടുമൺ സ്വദേശി അമൽ. സൂക്ഷ്മ ശില്പങ്ങളും പേരുകളുമെല്ലാം അമൽ പെൻസിൽ ലെഡിൽ കുത്തിയെടുക്കും. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളാണ് അമലിനെ തേടിയെത്തുന്നത്. സിവിൽ എഞ്ചിനീയറിംഗുകാരനായ അമൽ ഒരു നേരം പോക്കിന് തുടങ്ങി വെച്ചതാണ് പെൻസിൽ ലെഡിലെ ശില്പനിർമ്മാണം. നിർമ്മിച്ച ശില്പങ്ങൾ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കായ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചു. അതോടെ കളി കാര്യമായി. പോസ്റ്റ് ഷെയർ ചെയ്യപ്പെട്ടു തുടങ്ങിയതോടെ അമലിനെ തേടി ആളുകൾ എത്തി തുടങ്ങി. കേരളത്തിൽ തന്നെ മിക്കവാറുള്ള എല്ലാ ജില്ലയിലും ഞാനിത് അയക്കാറുണ്ട്. തിരുവനന്തപുരം തൊട്ട് എറണാകുളം, കൊച്ചി, കാസർഗോഡ് എല്ലായിടത്തും അയച്ചിട്ടുണ്ട്. പിന്നെ ഹൈദരാബാദ്, ബാംഗ്ലൂർ എല്ലായിടത്തും ഇത് വർക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചോക്കിലാണ് ശില്പനിർമ്മാണം ആദ്യം തുടങ്ങി വെച്ചത്. പിന്നീട് ഇത് പെൻസിൽ ലെഡിലേക്ക് മാറുകയായിരുന്നു. ഇപ്പോൾ അമലിന് ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ ശില്പനിർമ്മാണം. വരുമാനം അത്യാവശ്യമുണ്ട്. അല്ല, ഈ ഫോട്ടോ കണ്ടിട്ടാണ് കൂടുതലും വർക്ക് വരുന്നത്. അപ്പം കസ്റ്റമേഴ്സ് തന്നെ ഓർഡർ ചെയ്യാറേ ഉള്ളൂ. അങ്ങനെ വരുന്ന വർക്ക് അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഈ സ്പീഡ് പോസ്റ്റ് അയച്ചു കൊടുക്കുന്നത്, ഇന്ത്യൻ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നത്. തുടക്കത്തിൽ മണിക്കൂറുകളെടുത്ത് ചെയ്തിരുന്ന ശില്പനിർമ്മാണം പൂർത്തീകരിക്കാൻ ഇപ്പോൾ 15 മിനിറ്റ് മതിയാകും അമലിന്. ആദ്യമൊക്കെ ചെയ്യാനെ കൊണ്ട് നല്ല താമസം ഉണ്ടായിരുന്നു. പിന്നെ എക്സ്പീരിയൻസ് ആയതോടെ കുഴപ്പമില്ല. ഒരു 4 ലക്ഷം ചെയ്യാനെ കൊണ്ട് 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അതിൻ്റെ തീർന്നുള്ളൂ. ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കൊരു 10 ലിറ്ററോളം ചെയ്യാം. പെൻസിൽ ലെഡിൽ പേര് കൂടി കൊത്തി തുടങ്ങിയതോടെ അമലിനെ തേടി എത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. ശില്പനിർമ്മാണത്തിന് പുറമെ നല്ലൊരു ചിത്രകാരൻ കൂടിയാണ് അമൽ. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ ജസ്റ്റിൻ വാളക്കുഴിക്കൊപ്പം അബ്ദുൾ റഹീം, 24.